നമസ്കാരം. പോരിലെ പെൺവീർ ഇന്ന് കൊല്ലം മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വനിതാ നേതാക്കളാണ് എന്നോടൊപ്പമുള്ളത്. ഒന്ന് ബിന്ദു കൃഷ്ണ, അടുത്തത് അറിയാമല്ലോ ചിന്താ ജെറോം. രണ്ടുപേരും പ്രധാനപ്പെട്ട നേതാക്കളാണെന്നറിയാം. DCC മുൻ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം. ചിന്ത DYFയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമാണ്, അതോടൊപ്പം CPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ രണ്ട് സംസ്ഥാന നേതാക്കളോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബിന്ദു കൃഷ്ണ, ഇപ്പോൾ കൊല്ലം രാഷ്ട്രീയ ചൂടിൽ, തെരഞ്ഞെടുപ്പ് ചൂടിലാണല്ലോ, എന്താണ് ഒരു സാധ്യത? ശ്രീ NK പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചുവരെഴുത്ത് വായിക്കാനായി കഴിയുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെ എന്നാൽ തികഞ്ഞ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ സ്ഥിരം MP മാർ തന്നെ വീണ്ടും മത്സരിക്കുന്നൊരു സാഹചര്യം, അപ്പോൾ ആൻറ്റി ഇൻകംബൻസി നല്ല രൂപത്തിലുണ്ട് പല മണ്ഡലങ്ങളിലും. പക്ഷേ ഇവിടെ അത് ബാധകമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പാർലമെൻറ്റേറിയനിൽ നിന്ന് ജനം എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജനത്തിന് എന്തൊക്കെ പ്രതീക്ഷിക്കാം, അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. പാർലമെൻറ്റിൽ ഞാൻ ആലോചിക്കും, അദ്ദേഹത്തിൻ്റെ ഓരോ അവതരണവും വിഷയങ്ങളെ അദ്ദേഹം സമീപിക്കുന്ന രീതി, വിസ്മയകരമായി അത് അവതരിപ്പിക്കുന്ന ശൈലി, ഓരോ വിഷയത്തെ ആഴത്തിലും പരപ്പിലും പഠിച്ചുകൊണ്ട് ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൃത്യതയോടുകൂടി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. അത് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചായാലും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലായാലും ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ അഭിപ്രായം പറയുന്ന അമിത്ഷായെ കണ്ടാൽ മുട്ടുവിറയ്ക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു MP. രാജ്യത്തിന് പുറത്തേക്കാണെങ്കിലും ഇൻ്റർനാഷണൽ പാർലമെൻ്ററി വേദികളിൽ രാജ്യത്തിൻ്റെ ശബ്ദമാകുമ്പോൾ കൊല്ലത്തിൻ്റെ ഒരു പ്രതിനിധിയായി, കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി അദ്ദേഹത്തിൻ്റെ മികവാർന്ന പാർലമെൻ്ററി പ്രവർത്തനം മാറുന്നു എന്നുള്ളത് ഓരോ കൊല്ലംകാർക്കും അഭിമാനമാണ്. ശരി, പക്ഷേ CPM-കാർക്ക് തിരിച്ചാണ് പറയാനുള്ളതെന്ന് അറിയാം. ചിന്ത, ഇപ്പോൾ നമ്മുടെ പ്രത്യേക രാഷ്ട്രീയ പരിസരം കൂടിയാണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ രൂപത്തിൽ മാറുന്നു എന്നൊക്കെ അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന്. ചിന്ത പ്രതീക്ഷിച്ചിരുന്നോ? നിങ്ങളിങ്ങനെ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും സാധ്യതയുള്ള പേരുകളെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ പേരുകൾ പറയാറുണ്ട്. CPM-നെ സംബന്ധിച്ച് അതിനൊരു സംഘടനാ ചട്ടക്കൂടുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ 10 വർഷം കൊല്ലത്തിൻ്റെ MP ആയിരുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഒരു വികസനവും കൊല്ലത്ത് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റേതായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വികസനവും ഇവിടെയില്ല. അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഞങ്ങൾ പറയുന്നതാണ്. MP ഒന്ന് കാണിച്ചു തരണം, എന്താണ് താങ്കൾ കൊല്ലത്ത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വികസനവും ഇവിടെ നടക്കാത്തത് കൊണ്ട് തന്നെ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, അപ്പോൾ MP-ക്കെതിരെ MLA നിർത്തിക്കൊണ്ടുള്ള മാറ്റമാണ് ആലോചിക്കുന്നത്. പക്ഷേ നമ്മുടെ വിഷയം കുറച്ചുകൂടി വനിതാ ശാക്തീകരണം എന്ന വിഷയത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഞാൻ ചിന്തയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തമാശയായിട്ടല്ല. ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണല്ലോ. ഇപ്പോൾ ഈ വനിതാ സംവരണമൊക്കെ വന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ആ രൂപത്തിൽ സ്വാംശീകരിക്കുന്ന ഒരു വിഷയം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയാണുള്ളത്. CPM-നെ സംബന്ധിച്ചും അങ്ങനെ പറയാനില്ല. KK ശൈലജയെ പോലുള്ള നേതാവുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മുന്നണി എന്ന നിലയ്ക്ക് കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു വാദമായിട്ട് ശൈലജ ടീച്ചർ അടക്കം പറയുന്നത്. പക്ഷെ അത് മതിയോ? LDF-ഉം UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളതെന്ന് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. LDF-ന് തീർച്ചയായും UDF-നേക്കാൾ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പിനകത്തുണ്ട്. ഇപ്പോൾ എറണാകുളത്തായാലും KSTയുടെ നേതാവായിട്ടുള്ള KJ ഷൈൻ ടീച്ചർ മത്സരിക്കുകയാണ്, ശൈല ടീച്ചർ മത്സരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ. അതോടൊപ്പം തന്നെ ശ്രീമതി ആനി രാജ, അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന വളരെ ശക്തമായിട്ടുള്ള വനിതാ മുഖങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിൽ മത്സരിക്കുന്നത്. പക്ഷേ ഇത്രയും മതിയോ എന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പാക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സ്ത്രീകളെന്ന നിലയിൽ നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്തെ നേതൃത്വവും അത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷേ ഈ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കിയിട്ടും അത് ഇത്രയധികം കാലതാമസം അതിനകത്ത് സ്വീകരിച്ചുകൊണ്ടൊരു സമീപനം സ്വീകരിക്കുന്നത് തന്നെ അതിനകത്തുള്ളൊരു പൊള്ളത്തരം പുറത്തു വരികയാണ്. കൂടുതൽ സ്ത്രീകൾ വരും കാലങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുകളിലേക്കും ജനാധിപത്യ വേദികളിലേക്കും വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാർട്ടി തലപ്പത്തേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തോന്നുന്നു. ഇപ്പോൾ DCC പ്രസിഡൻ്റായി കുറച്ചു കാലം, അത് തന്നെ വനിതകളെന്ന് വെച്ചാൽ രണ്ടാമത്തെ വനിത അല്ലേ, പിന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ആ DCC പ്രസിഡന്റ് ഒരു വനിത എന്ന നിലയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാൻ സാധിച്ചു? തീർച്ചയായും ഒരു വനിത എന്ന നിലയിൽ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ
അതിന് തൊട്ടു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ തകർന്ന് എന്നുവെച്ചാൽ 11 അസംബ്ലി മണ്ഡലങ്ങളിലും LDFൻ്റെ MLAമാർ ജയിച്ച് പഞ്ചായത്തുകളിൽ വിരലിലെണ്ണാവുന്നത് പോലും അത്രയും പഞ്ചായത്ത് ഇല്ലാതെ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോലും ഇല്ലാതെ, ഒരു മുനിസിപ്പാലിറ്റി പോലും ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായി അമ്പയെ പരാജയപ്പെട്ടിടത്താണ് 2016 ഡിസംബർ മാസം 8-ാം തീയതി DCC പ്രസിഡന്റ് ആകുന്നത്. അതിനുശേഷം 2021 ഓഗസ്റ്റ് 29-ാം തീയതി ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോഴേക്കും ഇവിടെ 2 MLAമാരുണ്ടായി. മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വൻപിച്ച മുന്നേറ്റം. ജയിച്ചില്ലെങ്കിൽ പോലും ഒരു 2500 വോട്ടുണ്ടായിരുന്ന 3 അസംബ്ലി ജയിക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അത്രയും വലിയ മുന്നേറ്റം നടന്നു. ബാക്കി മണ്ഡലങ്ങൾ ഇപ്പം 43,000-അടുത്ത് LDF ജയിച്ച മണ്ഡലം 10,000-ൽ ധനകാര്യമന്ത്രി വിറപ്പിക്കുന്ന രീതിയിൽ അടക്കം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു. രാഷ്ട്രീയമായി പഞ്ചായത്തുകൾ കൂടുതൽ UDFന് ലഭിച്ചു, കോൺഗ്രസ് ലഭിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, മുനിസിപ്പാലിറ്റി കിട്ടി. അങ്ങനെ എല്ലായിടത്തും UDFൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്തുവാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ പങ്കുവഹിക്കാൻ കഴിഞ്ഞു. 1. 2, 3 പതിറ്റാണ്ടിലേറെയായി പല കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് മുടങ്ങിക്കിടന്ന പാർട്ടി ആസ്ഥാനത്തിൻ്റെ പണി പൂർത്തിയാക്കി ഏറ്റവും ഭംഗിയായ രീതിയിൽ ഹൈടെക്കായി തന്നെ ഒരു ഓഫീസ് സ്ഥാപിക്കുവാൻ പ്രിയപ്പെട്ട പാർട്ടിയുടെ സാധാരണ സഹപ്രവർത്തകരുടെ പിന്തുണയോടുകൂടി, പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു വലിയ പിരിവോ കാര്യമോ ഒന്നും നടത്താതെ തന്നെ അതിന് സാധിച്ചു. അതോടൊപ്പം തന്നെ CAA ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ജില്ലയിലെ 521 കിലോമീറ്റർ പദയാത്ര നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ വെയിലത്ത് പദയാത്ര നടത്തി. അങ്ങനെ 100 വ്യത്യസ്തങ്ങളായ പരിപാടി, സമരവും നിരന്തര ഉപവാസവും. എന്നുവെച്ചാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഏത് വനിതയ്ക്ക് രാഷ്ട്രീയപരമായി ഉന്നത പദവികൾ, ഏത് പദവിയായാലും, എത്ര ഉത്തരവാദിത്വമുള്ള പദവി കൊടുത്താലും സ്ത്രീക്ക് അത് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് സ്വാനുഭവത്തിലൂടെ ഞാൻ സാക്ഷ്യപ്പെടും. ശരി, ചിന്തയ്ക്കുണ്ടല്ലോ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ അത് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭാവന എന്താണ് ചിന്തയുടേതായിട്ട് പറയുകയാണെങ്കിൽ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും നേരെ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനുശേഷം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. ആ സമയത്ത് ഞാൻ ഓരോ വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളുടെ വിഷയങ്ങളും പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ലോകത്താദ്യമായിട്ട് അല്ലെങ്കിൽ രാജ്യത്താദ്യമായിട്ട് ഒരു അദാലത്ത് സംഘടിപ്പിച്ചു. അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് നിയമപരമായി ഇടപെടാൻ കഴിയുന്ന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകമായൊരു കോളം PSCക്കകത്ത് വേണം എന്നുള്ള ശുപാർശ യുവജന കമ്മീഷൻ നൽകുന്നു. അത് ഉത്തരവായി വരുന്നു. അങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ ആദിവാസി ഊരുകൾ, നിരവധി ആദിവാസി ഊരുകളിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാനും അംഗങ്ങളും നേരിട്ടെത്തി. PSC കോച്ചിങ്ങുകൾ ആദിവാസി ഊരുകൾക്കകത്ത് നടത്തി എന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് വിളിച്ചാൽ ഇവർക്ക് വരാനായിട്ടൊരു ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അധ്യാപകരുമായി ഊരുകൾക്കകത്തേക്ക് പോയി അവിടെ വെച്ച് തന്നെ കോച്ചിങ് നടത്തുക. അവർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നമ്മളെ വിളിച്ച് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ആ അനുഭവമൊക്കെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് ഏറെ സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. ഇടമലക്കുടി ആദിവാസി ഊരിൽ പോകുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ റോഡ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്ന് കാട്ടുവഴിയിലൂടെ നടന്നാണ് പോയത്. പിന്നീട് അവിടെ റോഡ് വരുന്നു, ഇലക്ട്രിസിറ്റി അവിടുത്തെ ഊരുകളിൽ അനുവദിക്കപ്പെടുന്നു. അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ താമസം, അതിൽ അവരുടെ സമയക്രമത്തെ സംബന്ധിച്ച് പലപ്പോഴും മെൻസ് ഹോസ്റ്റലും വിമൻസ് ഹോസ്റ്റലും തമ്മിൽ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം. എനിക്കൊരു മാധ്യമപ്രവർത്തക തന്നെ ഒരു പരാതി നൽകിയിരുന്നു. അവരുടെ ടൈം ഷെഡ്യൂള് പലപ്പോഴും രാത്രിയൊക്കെ വർക്ക് ആവശ്യമായി വരുന്നു. അപ്പോൾ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ പോലും രാത്രി കയറാൻ കഴിയാത്ത സാഹചര്യം പല ഹോസ്റ്റലുകളിലുമുണ്ട്. അവിടെയെല്ലാം കൃത്യമായി യൂത്ത് കമ്മീഷൻ്റെ ഉത്തരവ് വരികയും അതിൻ്റെ എല്ലാം ഭാഗമായി അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പുതിയ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾക്കകത്തുകൂടി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ശരി, നമുക്കിനി ഈ വിവാദങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. വിവാദങ്ങളിൽ 2 കൂട്ടർക്കും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദുകൃഷ്ണയ്ക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന രീതിയിലൊരു പരിഹാസം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ. അതിൽ യാഥാർത്ഥ്യമുണ്ടല്ലോ. പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ പോകുന്നു. ഇപ്പോൾ പത്മജ പോയ ഘട്ടത്തിൽ പത്മജ പോയതിനെ ബിന്ദുകൃഷ്ണ വിമർശിക്കുന്നു. അപ്പോൾ പറയുന്നവിടെ ED റെയ്ഡ് നടത്തിയത് കൊണ്ടാണ് ഭയന്നിട്ട് പോയതാണെന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെ K. സുരേന്ദ്രൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ആളും സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഇങ്ങനെ നട്ടാ കുരുക്കാത്ത കള്ളം പറയാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും അവർ ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാവരും ജീവിതത്തിൽ ഇന്നുവരെ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നില്ല എന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ ധൈര്യമുള്ള ഒരാൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് തോന്നുന്നില്ല.
അത്രമേൽ ആശയ ദൃഢതയും വ്യക്തിത്വവും ഉള്ള ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യാന്വേഷിയായിട്ട് നടക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ ഓർമ്മ വെച്ച കാലം മുതൽ പ്രവർത്തിക്കുന്നതാണ്, മരിക്കുന്നതിന് അത് പ്രവർത്തിക്കണമെന്ന് കൃത്യമായ ബോധ്യമുള്ള ആൾ. അതുകൊണ്ട് ആരും എന്നെ ഇന്നുവരെ സമീപിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ബിന്ദുകൃഷ്ണ ആയാലും ഷാനിമോൾ ഉസ്മാൻ ആയാലും നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ കുടുംബപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നല്ലല്ലോ, നിങ്ങളായിട്ട് പ്രവർത്തിച്ച് വന്നതാണ്. കോൺഗ്രസ് ആയിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ അറിയപ്പെടുന്ന വലിയ നേതാക്കളുടെ മക്കളിലുള്ള ഒരു തണലല്ലോ വന്നത്. നിങ്ങൾ അങ്ങനെ വന്നവരാണ്. അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ പത്മജിയുടെ കാര്യം പറയുകയാണെങ്കിലും കരുണാകരൻ്റെ മകൾ എന്ന നിലയ്ക്കുള്ള പലതവണ സീറ്റ് കൊടുക്കുന്നു, പ്രധാനപ്പെട്ട മണ്ഡലം തന്നെ കൊടുക്കുന്നു. അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം, പരാജയപ്പെടുത്തിയാണെന്ന് അവർ പറയുന്നു. പക്ഷേ അവിടെ സീറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല പൊസിഷനിലും അവർ ഇരുന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പുറത്ത് എന്ത് വാഗ്ദാനമാണ് ഇപ്പോഴും അറിയാത്തൊരു വാഗ്ദാനം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ് പാർട്ടിയും വിലമതിക്കേണ്ടതെന്നൊരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? ഏത് പ്രസ്ഥാനത്തിലായാലും ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർമ്മനിരതരായി നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അതിൻ്റേതായ അംഗീകാരം കൊടുക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. ഞാനന്ന് സൂചിപ്പിച്ച കാര്യം എനിക്ക് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ചുമ്മാ ആരെങ്കിലും പറയുന്ന ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിലൊന്നും പറയുന്നവരല്ല നമ്മൾ. കൃത്യമായ ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അത് ഈ കാടടച്ച് വെടിവെച്ച് ഉണ്ടയില്ല വെടികളൊക്കെ വെച്ച് സന്തോഷിക്കുന്ന ഒരാൾ, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ചിന്തയ്ക്ക് പറയുന്നതൊക്കെ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജിമിക്ക് കമ്മൽ തൊട്ട് PhD പ്രബന്ധം തൊട്ട് അങ്ങ് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചാലും അതൊക്കെ എടുത്തിട്ട് വൈറൽ കട്ടുകളാവുക, പിന്നീട് അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? എന്താണ് ചിന്തയ്ക്ക് ഒന്ന് പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പിന്നീട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടിയും നിലപാടിൽ ഉറച്ചു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പുതിയ കാലം എന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലമാണല്ലോ. സ്മൃതി തന്നെ നിരവധി വേദികളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ അമേരിക്കൻ ഇലക്ഷൻ നടന്ന ഘട്ടത്തിലാണ് ഈ വാക്ക് കേരളം അല്ലെങ്കിൽ ലോകം ആകെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതെ, എല്ലാവർക്കും എതിരെ. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കുക, അതിലെന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതിന് മറ്റൊരർത്ഥം നൽകിക്കൊണ്ട് അത് പ്രചരിപ്പിക്കുക. അടുത്തിടയ്ക്ക് തന്നെ ശൈല ടീച്ചറിൻ്റെ ഒരു കോവിഡ് കാലത്ത് കൊടുത്ത ഒരു വളരെ നല്ല ഇംഗ്ലീഷിലെ ഒരു ബൈറ്റിനെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് അത് സ്ലോ ആക്കി ടീച്ചർ ഇംഗ്ലീഷ് പറയുമ്പോൾ ബുദ്ധിമുട്ടുന്നു, തപ്പുന്നു. ടീച്ചർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്, ടീച്ചറെ പറ്റി നമുക്കറിയാം. പക്ഷേ അത് ആ രൂപത്തിൽ അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അപ്പം ശൈല ടീച്ചറിനെ പോലെ നമ്മളെ ഒരു പ്രതിസന്ധി കാലത്ത് ചേർത്ത് നിർത്തി കേരളം ആകെ ടീച്ചറമ്മയെന്ന് വിളിച്ചൊരു വ്യക്തിയെപ്പോലും പച്ചക്കള്ളമാണ്, നുണയാണ്. കാരണം ടീച്ചർ മനോഹരമായി സംസാരിച്ചതാണ്. അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലോ ആക്കി ഇത് ആദ്യമായി കാണുന്ന ഒരാൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ജോസഫ് അന്നക്കുട്ടി ജോസ് ഒരിക്കലൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വീഡിയോ കണ്ടിട്ട് പറയുകയാണ്, റഹീം വെള്ളം ഒടിച്ചിട്ട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അന്നക്കുട്ടി ജോസ് അച്ഛൻ്റെ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് റൂമിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോൾ രാവിലെ കുളിച്ച് വീട്ടിന് മുമ്പിലിരുന്ന് അച്ഛൻ സംസാരിക്കുന്നത് കുറച്ച് നാവ് കുഴഞ്ഞാണ്. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, അയ്യോ ഇത് എന്താ പറ്റിയ? പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ കാലം, നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല ഇവർ. പക്ഷേ ചിന്ത പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജിമിക്കി കമ്മൽ സംബന്ധിച്ചൊക്കെ ഒരു പാട്ടല്ലേ, ആ പാട്ടിന് ഇങ്ങനെയൊക്കെ എത്ര രൂപത്തിലൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ തന്ന വിഷയം മാറുന്ന യൗവനം എന്നതായിരുന്നു. അപ്പോൾ അതിൽ പുതിയ കാലത്ത് വന്നിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഹിറ്റാകുന്നത് ഇത്തരത്തിലുള്ള ഗാനങ്ങളാണ് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലിയാണല്ലോ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സംസാര ശൈലി വേറൊരു രീതിയിലാണ്. അത് ആ ഇരിക്കുന്ന ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതേപോലെ റെക്കോർഡ് ചെയ്ത് അത് ചെറിയ ബൈറ്റുകളൊക്കെ ആക്കി വിടുമ്പോൾ അത് ചിലപ്പോൾ ഒരു നാടകീയമായിട്ടൊക്കെ തോന്നുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പാർട്ടിയിൽ ഇങ്ങനെ വിവാദമൊക്കെ ആകുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ചിന്ത കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതോ കുഴപ്പമില്ല ചിന്തയ്ക്ക് പിന്തുണ എന്ന രൂപത്തിലാണോ, എങ്ങനെയാണ്? എനിക്ക് നേരെ എന്തുമാത്രം വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം എൻ്റെ പാർട്ടിയാണ് എന്നെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ളത്. ആ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത്. ബിന്ദു, ഇപ്പം കോൺഗ്രസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാവും, പക്ഷേ കോൺഗ്രസിൽ കുറച്ചുകൂടി വനിതാ നേതാക്കൾ തഴയപ്പെടുന്ന ഒരു സാഹചര്യം കൂടുതലായിട്ടുണ്ടോ?
കാരണം ഷാനിമോൾ ഉസ്മാൻ ആയാലും പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ അന്ന് ശരിക്കും പറഞ്ഞാൽ ജയിക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു. അതിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലേ ബിന്ദുവും ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയായേനെ അല്ലേ. അപ്പോൾ എവിടെയൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അത് പാർട്ടി വേണ്ട രീതിയിൽ പിന്തുണച്ചിരുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ജയിക്കുകയായിരുന്നോ? അല്ല, അങ്ങനെ പാർട്ടി ബോധപൂർവ്വം നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ ഇന്ന് വരെ നിന്നിട്ടില്ല, ഒരിക്കലും നിൽക്കുകയുമില്ല. പാർട്ടി തന്ന അവസരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് കേരള സമൂഹം ഞങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട്. പിന്നെ തെരഞ്ഞെടുപ്പിന് ജയിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജയിക്കാനുള്ള സമയം ഈശ്വരൻ അനുവദിക്കുമ്പോൾ ഉണ്ടാകും. പ്രയത്നം ഞാൻ വ്യക്തി എന്ന നിലയിലും പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പ്രസ്ഥാനവും നടത്തുന്നുണ്ട്. ബിന്ദു, ഇപ്പോൾ കോൺഗ്രസിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായല്ല കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകളോട് കുറച്ചൊരു വിവേചനമുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതിപ്പോൾ പലപ്പോഴും ഷാനിമോൾ ഉസ്മാൻ അടക്കം മുൻപ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ഷമ കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു. അവരത് പരസ്യമായി പറയുകയും ചെയ്തു. അവർക്ക് സീറ്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അതിനെ അങ്ങനെ ഒരു നേതാവുണ്ടോ, അങ്ങനെ ഒരു നേതാവില്ല എന്നൊക്കെ മട്ടിൽ പാർട്ടി പ്രസിഡന്റ് പറയുന്നത് ശരിയായ രീതിയാണ്. അതൊരു അപമാനിക്കലല്ലേ? അവരൊരു വക്താവൊക്കെ ആണല്ലോ. ഒന്നാമതായി കോൺഗ്രസ് പാർട്ടി, നമ്മൾ ഈ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് അവസരം കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഒരു ജില്ലയിലെ കണ്ണായ ഏറ്റവും കീ പോസ്റ്റിൽ ഇരിക്കാൻ 5 വർഷം ഇരിക്കാൻ എനിക്ക് അവസരം തന്നതും പാർട്ടിയാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കന്മാരെ ഓരോ ഇടങ്ങളിലേക്ക്, മുനിസിപ്പൽ ചെയർമാനായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറിൽ MLA ആയാലും ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങളൊക്കെ രാഷ്ട്രീയ സമിതിയിൽ ഇരിക്കുന്നു. ആ ഒരു പദവി തന്നത് പാർട്ടി തന്നെയാണ്. അങ്ങനെ വനിതകളെ പൂർണ്ണമായി കോൺഗ്രസ് പാർട്ടി മാറ്റി നിർത്തുന്നുള്ള അഭിപ്രായം എൻ്റെ അനുഭവത്തിലും അറിവിലും ഇല്ല. പിന്നെ ക്ഷമ മത്സരിക്കാൻ കണ്ണൂരിൽ ആഗ്രഹിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പാർട്ടി പ്രസിഡന്റ് സിറ്റിംഗ് സീറ്റാണ്. സ്വാഭാവികം അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനായി വരുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരിന് പോലും അവിടെ പ്രസക്തി ഉണ്ടാകില്ല. എന്നാലും വ്യക്തിപരമായി അത്തരത്തിലുള്ള ഇത് ഉണ്ടാകാൻ പാടില്ല. ചിന്ത ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അത് ചെറിയ സ്ഥാനമല്ല. അപ്പോൾ ചിന്തയെ പോലെ യങ്സ്റ്റേഴ്സ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ അങ്ങനെ അല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണോ? അതെ അതെ. അപ്പോൾ എന്താണ് ആ ഒരു അനുഭവം എന്ന് പറയാമോ? സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയും. സംസ്ഥാന കമ്മിറ്റിയിൽ എങ്ങനെയാണ് ചർച്ചകളെന്ന് പറയാമോ? നമ്മൾ CPM ഇപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിലേക്ക് എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിനനുസരിച്ച് നിലപാടെടുത്ത് പോവുകയാണ്. ലോക്കൽ കമ്മിറ്റി മുതൽ അത്തരത്തിൽ 40 വയസ്സിന് താഴെയുള്ളവർ ഉറപ്പായിട്ടും കമ്മിറ്റികളിൽ ഉണ്ടാകണം എന്ന ഡിസിഷനുണ്ട്. അത് നടപ്പാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ താരതമ്യേന ചെറിയ പ്രായത്തിൽ എനിക്ക് അംഗമാകാനുള്ളൊരു അവസരം ലഭിച്ചത്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് അതിലിപ്പോൾ പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളുകൾ. എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും എല്ലാം ഉള്ള അവസരം ഉണ്ടാകും. അങ്ങനെ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. ആ അഭിപ്രായങ്ങളെ എല്ലാം വളരെ നല്ല രൂപത്തിൽ തന്നെ പരിഗണിക്കുകയും അത് സംബന്ധിച്ച് പാർട്ടി അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനങ്ങളിലേക്ക് വരുന്നത്. വളരെ ഉൾപാർട്ടി ജനാധിപത്യം CPMൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. അങ്ങനെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം വളരെ നല്ല രൂപത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ് പോകുന്നത്. ചിന്തയുടെ സ്വപ്നം എന്താണ്? ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു വലിയ പദവിയിൽ എത്തുക എന്നുള്ളതാണോ, അതോ രാഷ്ട്രീയത്തിനപ്പുറമായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെത്തിപ്പിടിക്കുക എന്നുള്ളതാണോ? എന്താണ് യഥാർത്ഥത്തിൽ ചിന്ത ആഗ്രഹിക്കുന്നത് ഭാവിയിലേക്ക്? എന്നെ സംബന്ധിച്ച് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ SFIയുടെ പ്രവർത്തകയായിട്ട് വന്നു. അപ്പോൾ കോളേജിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നീട് സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സണായി. SFI വലിയൊരു പിന്തുണയും പ്രൊട്ടക്ഷനും എനിക്ക് എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ SFI ആണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ എപ്പോഴും പറയും. SFI ആയി വന്നതിൻ്റെ ഒരു പ്രത്യേകതകളാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു വ്യക്തിത്വത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എല്ലാ കാലത്തും ഒരു SFI ആയിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോഴും SFI ആണ്. ഞാൻ കലാലയങ്ങളുമായി വളരെ അടുത്ത് ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ്. വലിയ സ്വപ്നങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ഇതൊരു വലിയ സ്വപ്നമാണെന്ന്. എല്ലാ കാലത്തും SFI ആയിരിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. നടക്കാത്ത സ്വപ്നം നടക്കുവന്നേ. കാരണം SFIയിൽ നിന്ന് വിടവാങ്ങൽ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. SFIയുടെ ഭാഗമായി തന്നെ പോവുക എന്നുള്ളതാണ്. ശരി, ബിന്ദുകൃഷ്ണ, എന്താണ് ബിന്ദുകൃഷ്ണയ്ക്ക് രാഷ്ട്രീയത്തിൽ തന്നെ ആയതുകൊണ്ട് അതിലപ്പുറമുള്ള ആഗ്രഹങ്ങൾ ഈ ഘട്ടത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ KSUവിൻ്റെ പ്രവർത്തകയായി സ്കൂൾ തൊട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്.
കൊല്ലം SN കോളേജിൽ SFIയുടെ കോട്ടയിൽ KSU എന്ന് പറഞ്ഞാൽ തല്ലി എല്ലൊടിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ ഞാൻ KSU ആണെന്ന് പറഞ്ഞ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന പദവിയിൽ എത്തിപ്പെട്ടാൽ എനിക്ക് ഇന്നത് ചെയ്യാമെന്നതിനേക്കാൾ എത്തിപ്പെടുന്ന ഓരോ പദവികളിലും 100% പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിച്ച് പൂർണ്ണമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, കൂട്ടത്തിൽ എനിക്ക് നന്മ ഉണ്ടാകട്ടെ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും എത്ര വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും? തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിസിപ്പേഷൻ, പരമാവധി പാർട്ടിസിപ്പേഷൻ. പക്ഷെ അത് പറയുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ സ്ത്രീപക്ഷമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോഴും ആ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വെള്ളവും വളവുമുള്ളൊരു മണ്ണല്ല. ഞാനാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ സംവരണം, വനിതാ സംവരണമൊക്കെ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആണായാലും പെണ്ണായാലും നന്നായി പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് കടന്നു വരട്ടെ എന്നൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലുള്ള വിചാരം. പക്ഷേ പതിറ്റാണ്ടുകളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, നിയമപരമായ സംരക്ഷണമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവർ അറിയിക്കുന്ന ആരുടെയും ഔദാര്യമല്ലാതെ സ്വാഭാവിക പ്രക്രിയയിലൂടെ പ്രാതിനിധ്യം കിട്ടേണ്ടുന്ന ആവശ്യകതയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ നിലയ്ക്ക് എൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു പാർട്ടി പ്രസിഡന്റുമാരെ ഇപ്പം നമുക്ക് ജില്ലയാണല്ലോ കൂടുതലുള്ളത്, 14 പേരെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി 7 പേർ DCC അധ്യക്ഷരാകുന്നത്, PCC പ്രസിഡന്റ് അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിക്കുമ്പോൾ പകുതി സ്റ്റേറ്റിൽ PCC അധ്യക്ഷന്മാരുണ്ടാകുന്നത്. അത് കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളിലും വരുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പകുതി വനിതകളാകുന്ന, അങ്ങനെ എല്ലാ മേഖലയിലും അതെൻ്റെ ഒരു സ്വപ്നം കേട്ടോ. ശരി ചിന്ത, അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ CPM-ൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എപ്പോഴും പറയുന്ന വിജയം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ പ്രായോഗികമായ വശങ്ങൾ നോക്കുമ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾ പിന്തള്ളപ്പെടുന്നതെന്ന് പറയും. പക്ഷേ ഒരു തവണ അവസരം കിട്ടിയാലല്ലേ അടുത്തിൽ നേരത്തെ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, എന്ത് മാറ്റം പ്രതീക്ഷിക്കുന്നു? വലിയ ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നാളിതുവരെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ CPIM അത്തരത്തിൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പുരോഗമനപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ വരും കാലത്ത് നമുക്ക് കുറച്ചുകൂടി പ്രകടമായി ആ കാര്യങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം യുവജനങ്ങൾ കൂടുതലായി വരും, സ്ത്രീകൾ കൂടുതലായി വരും. ഇപ്പോൾ എല്ലാ മേഖലയിലും ആ ഒരു മാറ്റം ഉണ്ടാവുകയാണല്ലോ. സ്മൃതിയെ തന്നെ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് വരുന്ന രണ്ടാമത്തെ വനിതയാണ്. അപ്പം സിന്ധു ചേച്ചിക്ക് ശേഷം ഞാനത് ചോദിച്ചിരുന്നു. കാരണം നമുക്കതൊക്കെ ഒരു അഭിമാനമാണ്. ഏത് മേഖലയിലായാലും സ്ത്രീകൾ മുമ്പോട്ട് വരുന്നത് സ്വയപ്രയത്നത്തിലൂടെ വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണുവെച്ച് സ്ത്രീകൾക്ക് വളരാനായിട്ടുള്ള അവസരം, അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള മേഖല കൊടുക്കണം. ബിന്ദു ചേച്ചി സൂചിപ്പിച്ചതുപോലെ സംവരണം നടന്നാൽ മാത്രമേ ഈ പാട്രിയാർക്കൽ സൊസൈറ്റി കാലങ്ങളായി ഇവിടെ നിലനിന്നിട്ടുള്ള സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവിടെയാണ് BJP കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച സമീപനത്തിനകത്ത് പൊള്ളത്തരം നമ്മളെ വീണ്ടും വേദനിപ്പിക്കുന്നത്. കാരണം സംവരണ ബില്ല് നടപ്പിലാക്കിയെന്ന് പറയുകയും അത് സ്ത്രീകൾക്ക് യാതൊരു തരത്തിൽ ഗുണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ഇത്ര കാര്യത്തിൽ ആന കൊടുത്താൽ ആശ കൊടുക്കരുതായിരുന്നു. സ്ത്രീകളെല്ലാവരും കൂടെ സംവരണം നടപ്പാകും. ആ ആശ കൊടുത്തോണ്ട് ഒരു ചർച്ചെങ്കിലും നടക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊരു കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കാര്യമല്ലാതെ അതിൻ്റെ യാതൊരു ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ 543 സീറ്റുണ്ട്. അതിലൊരു ഭാഗം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാമായിരുന്നു. ഡീലിമിറ്റേഷൻ കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ചെയ്യാം, അതിന് സമയമുണ്ടല്ലോ. അപ്പോൾ അവർ പൊതുവെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ആർക്കും ഒരു കുഴപ്പം വരല്, നിങ്ങൾക്ക് പുതിയ മണ്ഡലം ഉണ്ടാക്കി സ്ത്രീകൾക്ക് കൊടുക്കാന്നങ്ങാണ്ട കരുതി വെച്ചേക്കുന്നത്. അതിലൊരു ആത്മാർത്ഥതയില്ല. ഇപ്പൊ ഈ 50% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് നടപ്പിലാക്കി കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റുകളിൽ പോലും സ്ത്രീകൾ മത്സരിക്കുകയാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്, സാധ്യമാണ് എന്നുള്ളതാണ്. സന്ദർഭവശാൽ ഞാനൊന്ന് പറയട്ടെ, ഞാൻ രാജ്യസഭയിൽ UDF-നും LDF-നും MP-മാരുണ്ട്, ഒരു വനിതാ MP ഉള്ളത് ഞങ്ങൾക്ക്. അല്ല, അത് ഏതെങ്കിലും പ്രത്യേക ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ. അല്ല, അങ്ങനെ നോക്കിയാൽ ഇപ്പൊ ഇവിടുത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര പേരെ UDF അല്ലെ, നിങ്ങൾക്ക് എത്ര പേര് ജയിക്കാൻ പറ്റും? ആനി രാജ ജയത്തിന്റെ നമുക്കറിയാലോ. അപ്പൊ അതുപോലെ എറണാകുളം, അതിൽ ആത്മഹത്യ അവരവരെ പാർട്ടികൾക്ക് ജയിക്കാൻ പറ്റുന്ന വിയോജിപ്പുകൾ കുറെ കാര്യങ്ങളിലുണ്ടെങ്കിലും യോജിക്കാവുന്ന മേഖലകളാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും അതാണ്. ഇപ്പൊ അമേരിക്കയിൽ ചെന്നാലും സ്ത്രീകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ യോജിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ യോജിച്ചുകൊണ്ട് ഇപ്പൊ ഇത്രയും നേരം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കൊല്ലം മണ്ഡലത്തിൽ നിന്നുള്ള പോരിലെ പെൺവീർ ഇവിടെ അവസാനിക്കുകയാണ്.